തീർച്ചയായിട്ടും അടുത്ത 5 വർഷം ഈ പത്തനംതിട്ടയെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന് ഈ പത്തനംതിട്ടയെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇത് കേരള ജനതയ്ക്ക് മുമ്പിൽ മലയാളികൾക്ക് തന്നെ അഭിമാനമാവുന്നൊരു മണ്ഡലമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, 2 ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ചിറ്റപ്പനോടാരാ പറഞ്ഞത്? ബോധോദയം ലഭിച്ചവർക്ക് വേഗം തിരിച്ചറിയാം. ഞാൻ കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് വളരെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു പ്രൊഫഷണലാണ്. Look man, I am not an അലബലാതി, I am പവനായി. അനിൽ ആന്റണിക്ക് ഒരുപാട് ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങളുടെ കുഴപ്പമാണ്. എടോ, തനിക്ക് ചേർന്നത് മേജർ നായർ എന്ന പേരല്ല, മേജർ നാരദൻ എന്ന. താങ്കൾക്കെതിരായിട്ടൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. അത് ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഈ കേരളത്തിൽ എന്താണ് ഒരു കുപ്രസിദ്ധനായ വ്യക്തിയുമാണ്. ഈ ബിരുദം കരുതേച്ച് മായ്ച്ചാൽ നിന്റെ ശരീരം കരിക്കട്ടാകാതിരിക്കും. താങ്കൾ ആ ഇടപാടിൽ പങ്കാളിയായിരുന്നു. 2, താങ്കൾ പറയുന്നു താങ്കൾക്കെതിരെ പിന്നെ കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് അടക്കം ഗൂഢാലോചന നടത്തിയെന്ന്. ആ ദേശീയ നേതാവ് ആരാണ്? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് തലേ ദിവസം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും അറിയാവുന്ന സത്യം ഉറച്ചു വിളിച്ചു പറ, വെറുതെ തടിച്ചാളത്തടിയാക്കണ്ട പറ. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അജണ്ട, നിങ്ങളുടെ ഒരു അജണ്ടയുമായിട്ട് എന്നെ നിങ്ങളുടെ ഒരു ഷോയിൽ വിളിച്ചു വരുത്തി. എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നാണ്. നിങ്ങൾ അപ്രസക്തമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അനിൽ ആന്റണിയെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. യാതൊരു അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും നിങ്ങളുടെ ഒരു അജണ്ടയുമായിട്ട് നിങ്ങൾ വരുന്നു. അങ്ങനെ വർത്താനം പറഞ്ഞു. ഇപ്പൊ അനിൽ ആന്റണി കാനഡയുടെ മകൻ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ സോണിയാഗാന്ധി, രാജീവ് ഗാന്ധിയുടെ അല്ല അത് ഞാന് വേണ്ട രാജീവ് ഗാന്ധിയുടെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ എന്റെ അനിൽ ആന്റണിയുടെ 1000-1 ക്വാളിഫിക്കേഷൻ പോലും അവർക്കില്ല. പക്ഷെ എന്താണ് ഒരു കുറവേ ഉള്ളൂ, കൂടുതലില്ല. അത് കാരണം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ മര്യാദക്ക് 1-2 ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടെ രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് സൈലന്റ് ക്യാമ്പയിന്റെ ലാസ്റ്റ് ദിവസമാണ്, എനിക്കതിന് സമയമില്ല. മര്യാദക്ക് ചോദ്യങ്ങളില്ല. മനസ്സിലായ ആ വർത്താനം പറയരുത്. അളിയനേക്കാളും ഉള്ളിയും കൊട്ടോടും കണ്ടോനാണ് ഞാൻ. ബേപ്പൂർ ചെന്ന് അന്വേഷിച്ചു. എനിക്ക് സമയമില്ല. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? താങ്കൾ സമാധാനത്തോടുകൂടി കേൾക്കൂ. താങ്കൾ ശബ്ദമുണ്ടാക്കിയല്ല ഒരു കാര്യം സ്ഥാപിക്കുന്നത്. പറഞ്ഞ പോലെ ഒന്നല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ചാടിക്കുന്നുണ്ട്. താങ്കൾക്ക് എതിരായിട്ട് വന്ന ഒരു ആരോപണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ വേദി ഉപയോഗിച്ച് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക, ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. താങ്കൾ ഇങ്ങനെ ഈ പറയുന്ന സമാധാനം എന്റെ അടുത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ഞാൻ പറയുന്നതെന്ന് കേൾക്കുക. നേരെ മനുഷ്യൻ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കൂല. ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.